ഹലോ, നമുക്കിന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് 4 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില. ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി. ഇപ്പോൾ ഇവിടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനാണ്. വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇടാം. ഇത് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി വെച്ച് മുട്ട ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം മുട്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി വന്നതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.